സോ ഗൈസ്, നമ്മളിന്ന് അടിച്ചു മാറ്റാൻ പോണത് നമ്മളെ റോൾസ് റോയ്സിൻ്റെ ഗോൾഡൻ വെർഷനാണ് അടിച്ചു മാറ്റാൻ പോണത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ കളക്ഷൻ കാണിച്ചു തരാം. നമ്മുടെ കളക്ഷൻ എന്താണ്? സൂപ്പർ ഉണ്ട്, മോൺസ്റ്റർ ട്രക്ക് ഉണ്ട്, സാധാ റോൾസ് റോയ്സ് ഉണ്ട്, പിന്നെ ലംബോർഗിനി ഉണ്ട്, ഗോൾഡൻ ഉണ്ട്, സാധാരണ ലംബോർഗിനി ഉണ്ട്, RGB ഉണ്ട്. എന്തായാലും റോൾസ് റോയ്സ് എടുത്ത് പുറയിലേക്ക് വെച്ചേക്കാം. നമുക്കെന്തായാലും അത് അടിച്ചു മാറ്റാൻ പോകണ്ടല്ലേ. അപ്പം ഇതൊന്ന് പുറകോട്ട് വെച്ചേക്കാം. നമുക്കെന്തായാലും നമ്മുടെ ഷിൻചാൻ്റെ അടുത്ത് പോയി പറയാം. എന്താ നമ്മളിന്ന് സർപ്രൈസാണ് കൊടുക്കാൻ പോകണം. എൻ്റെ അടുത്ത് എപ്പോഴും പറയണത് വെറുതെ ഒരു കാർ അടിച്ചു മാറ്റാൻ പോകണമെന്ന് മാത്രം പറയുള്ളൂ. അതിൽ നമുക്ക് പെട്ടെന്ന് ഷിൻചാൻ്റെ അടുത്ത് പോവാം. ഞാൻ കുറച്ച് ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതിൽ നമുക്ക് പെട്ടെന്ന് ഷിൻചാൻ്റെ അടുത്ത് പോവാം. പെട്ടെന്ന് എടാ ഷിൻചാനെ, ഞാനേ ഒരു സ്ഥലം വരെ പോവാണേ. പോയിട്ട് വാ. എനിക്ക് തോന്നുന്നത് ഷിൻചാൻ വർക്കൗട്ട് ക്ഷീണിച്ചിക്കാണ്. അത് കാരണമാണ് വെറുതെ പോയിട്ട് വരാൻ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഇന്ന് ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകണം. ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയിട്ട് ലൊക്കേഷൻ ചോദിക്കണം ഗൈസ്. ഇന്നൊരു വീക്കെൻഡാണ്, എന്ന് വെച്ചാൽ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ അവരെന്തായാലും മിഷൻ ചെയ്ത് തരാൻ നമ്മളോട് ചോദിക്കാൻ 90% ചാൻസ് ഉണ്ട് ഗൈസ്. എനിക്കറിയില്ല അവൻ ചോദിക്കില്ല എന്നൊന്നും. ചോദിച്ചാൽ അവനെ ചെയ്തു കൊടുക്കാം. അവൻ തരുവാണെങ്കിൽ വല്ല ചെറിയ മിഷനൊക്കെ ആയിരിക്കും തന്നത്. നല്ല സ്പീഡിൽ നമുക്ക് പോകാം ഗൈസ്. നമുക്ക് നല്ല പറത്തി വിടാം. ഇന്നെല്ലാം ഭയങ്കര സ്പീഡിലാണ് നമ്മൾ ചെയ്യാൻ പോണത് ഗൈസ്. ഇതുവരെയായിട്ട് എൻ്റെ ഡ്രൈവിങ്ങിന് വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി ഇടിച്ചിട്ടില്ല. ചിലപ്പോൾ ഇനിയൊക്കെ പോയി ഇടിക്കും കേട്ടോ, എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഇടിച്ച് കയറ്റിയാണ് ഗൈസ്. ഇന്നലെ ഞാൻ ഈ വണ്ടി ഇടിച്ച് കയറ്റിയാണ് ഞാൻ അവിടെ പറന്നു പോയി മറഞ്ഞു വീണത് ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയി ഇവിടെ ഇടിച്ചില്ലെന്നേ ഉള്ളു, ജസ്റ്റ് മിസ്സാണ്. നമുക്ക് പെട്ടെന്ന് ഡൊമിങ്കോസ് എനിക്ക് ആ ഡോസേഴ്സിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞായിരുന്നു. സോ ഗൈസ്, ഞാൻ അവൻ പകുതി പറഞ്ഞപ്പോഴേക്കും കട്ട് ചെയ്ത് കളഞ്ഞ് പെട്ടെന്ന് കൈ കൊണ്ട് പോയതാണ്. നമുക്ക് അവൻ്റെ അടുത്ത് പോയി ചോദിക്കാം എന്താ അവൻ ബാക്കി പറയാൻ പോയെന്നെല്ലാം ചോദിക്കാം. എനിക്ക് തോന്നണം ആ മിഷൻ തരുന്നതാണ്, അതെന്തായാലും ഉറപ്പാണ് ഗൈസ്. അവൻ മിഷൻ തന്നിരിക്കും. അവൻ എന്നെ കഴിഞ്ഞവട്ടം പറഞ്ഞായിരുന്നല്ലോ. അയ്യോ എനിക്ക് കയറാൻ പറ്റാണല്ലോ. ഇത്ര നേരം കൂടുതലൊക്കെ ആയിരുന്നു. ഒരു വീട്ടിൽ കയറിയപ്പോൾ തന്നെ ഐശ്വര്യക്കേട്ട് തുടങ്ങിയല്ലോ. ഞാൻ ശരിയല്ലേ ഗൈസ്, പെട്ടെന്ന് ചോദിക്കാം. ഡൊമിങ്കോസേ, എടാ, ഞാൻ നിനക്ക് ഇന്നൊരു മിഷൻ തരാം. അത് ചെയ്ത് തന്നാല ഞാൻ നിനക്ക് നമ്മളെ കാറിന്റെ ലൊക്കേഷൻ പറഞ്ഞായിരുന്നു. നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരുടെ പോലീസ് മോൺസ്റ്റർ ട്രക്ക് എടുത്തിട്ട് വന്നെ. അതിന് നല്ല വിലയൊക്കെയാണ്, നമുക്കത് മറച്ചു വെക്കാനുള്ളതാണ്. അത് കാരണം നീ എടുത്തിട്ട് വന്നെ. അത് ചെയ്യുമ്പോൾ പോലീസൊക്കെ വരും, അപ്പോൾ സൂക്ഷിച്ച് പോയി അടിച്ചു മാറ്റിട്ടോ. എന്നിട്ട് ഞാൻ ലൊക്കേഷനൊക്കെ പറഞ്ഞു തരാം. സോ ഗൈസ്, അവൻ പറഞ്ഞ ഒരു മിഷനുണ്ട്. അത് അത്യാവശ്യം സീനില്ലാത്ത മിഷനാണ്, കുഴപ്പമില്ല. എന്തായാലും മതിലാടി പോകാം ഗൈസ്. ഇതുവരെയായിട്ട് ഞാൻ മതിലാടം പഠിച്ചിട്ടില്ല. എപ്പോഴും വീഴ്ച മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോകാം. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ജസ്റ്റ് ഒരു മോൺസ്റ്റർ ട്രക്ക് അടിച്ചു മാറ്റുന്നു, അത്രേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനൊക്കെ നമുക്ക് പുത്തരി അല്ലല്ലോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷൻ വരാമെന്നാൽ മതിയായിരുന്നു. അവൻ പറഞ്ഞത് വരാൻ സാധ്യതയുണ്ടെന്നായിരിക്കും. ചേട്ടനെ തട്ടിയില്ല, അപ്പോൾ ചെയ്യുന്നില്ല. സോ ഗൈസ്, ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഡോറ് പോലും പോയിട്ടില്ല. എന്ന് വെച്ചാൽ നിങ്ങളൊരാൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അത് കാരണമാണ് ഇത്രയും ഗുഡ് ലക്ക്. ഇനി പോലീസ് സ്റ്റേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി വെക്കണേ. എന്തായാലും നമുക്ക് പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് പോകാം. ഈ ബുക്കാട്ടിയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ കുറച്ച് റിച്ച്. മറിഞ്ഞു വീണു. ഇല്ല ഗൈസ്, ഒരു ഡോറാ പോയിട്ടുള്ളൂ, അത് സീനൊന്നും ഇല്ല. ഇത് പറന്നൊക്കെ പോണ്. കാറിന് പുതിയ ഫീച്ചർ കിട്ടി, നോൺ ഗ്രാവിറ്റി ഫീച്ചറാണ്. ഇപ്പോൾ പറന്നൊക്കെയാണ് കാറ് പോണത് തന്നെ. പോലീസ് സ്റ്റേഷൻ എവിടെ? പോലീസ് സ്റ്റേഷൻ എൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ഗൈസ്. എൻ്റെ വീട് ഇവിടെയൊക്കെ തന്നെയാണ്, നമുക്കറിയാമല്ലോ. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം ഗൈസ്. എവിടെ ഈ പോലീസ് സ്റ്റേഷൻ? ഈ വഴിയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നു പോയാണ് ഗൈസ്, അത് ഇന്നൊന്നുമില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് വിടാം. എവിടെ ഇവിടെയാണല്ലോ എൻ്റെ വീടും പോയാ? ഇല്ല, എൻ്റെ വീട് ഇവിടെയുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്കെല്ലാം കട്ടെടുക്കാം ഗൈസ്. കട്ടെടുക്കാന്ന് വെച്ചാൽ നമ്മളെ കാറ് നേരെ പോയി അടിച്ചു വെച്ചാൽ ഈ വീടിൻ്റെ ഉള്ളിൽ ഒന്നും കയറാൻ നിൽക്കാനുള്ള. ചേച്ചി, അത് ഞാൻ അറിയാതെ വെച്ചാ, വേറെ ഒന്നുമില്ല. എന്തായാലും നമുക്ക് നേരെ പോയി ഇവിടെ നിൽക്കാം ഗൈസ്. ഇവിടെ വേണ്ട, അപ്പുറം നിർത്താം, അതായിരിക്കും ബുദ്ധി. നമുക്ക് പെട്ടെന്ന് പോവാം. ഇവിടെ അടുത്ത് അവരിരിക്കല്ലേ.
അയാളൊക്കെ സീനായ ആൾക്കാരനാണ് ഗൈസ്. വലിയ ഗ്യാങ്സ്റ്ററൊക്കെ ആണെന്ന് തോന്നണം, അറിയില്ല. കോട്ട് സൂട്ടുകൊണ്ട് ഗ്യാങ്സ്റ്ററാണ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോകാം ഗൈസ്. കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ഫസ്റ്റ് മിഷനാണെന്ന്. അയ്യോ, ഞാൻ ഇതിപ്പോൾ ഫോൺ എടുക്കണം. എനിക്കാരെ വിളിക്കാവുന്നില്ലല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മെഷീൻ ഗണ്ണ് വേണ്ട. എപ്പോഴും മെഷീൻ ഗണ്ണ് എടുക്കാം. മിസൈൽ ലോഞ്ചർ എടുത്ത് ആ പോലീസ് ബ്രോയിനെ നമുക്ക് അങ്ങോട്ട് തട്ടിക്കളഞ്ഞേക്കാം. ഇവിടെ ഇത് മതി. അങ്ങനെ അയാളുടെ കാര്യം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമുക്കിനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നേരെ പുറകിൽ പോയിട്ട് അത് നമ്മുടെ മോൺസ്റ്റർ പോലീസ് ട്രക്ക് എടുത്തിട്ട് വരാം. എന്താണ് എൻ്റെ പേരെന്നൊന്നും അറിയില്ല, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പേരാണ്. ഇവിടെ ഇത് പൊളിയാണത്. എക്സോസ്റ്റൊക്കെ ഓണാക്കിയിട്ടുണ്ടോ വണ്ടി? എനിക്ക് തോന്നണം ഇപ്പം തന്നെ അത് കൊണ്ടുവന്നിട്ടിട്ട് പോയേ ഉള്ളതെന്നാണ്. അപ്പോൾ പോലീസ് കേസ് വരാൻ എന്തായാലും നല്ല ചാൻസ് ഉണ്ട്. ഇൻറ്റീരിയറൊക്കെ എന്ത് പൊളിയാണ് ഗൈസ്. ഈ കാറ് കൊള്ളാം കേട്ടോ, നൈസ് കാറാണ് കേട്ടത്. പൊളിയാണ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം ഗൈസ്. സോ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാം. സോ ഗൈസ്, ഇവിടെ നിന്ന് പെട്ടെന്ന് എന്തായാലും സ്ഥലം കാലിയാക്കാം. അല്ലെങ്കിൽ അയ്യോ എനിക്കെന്താ അനങ്ങാൻ പറ്റാ ഗൈസ്. അയ്യോ ഇപ്പോൾ കുഴപ്പമില്ല. സോ ഗൈസ്, ഇതുവരെയായിട്ടും പോലീസില്ല. അത് പന്തിയില്ലാത്ത പരിപാടിയാണല്ലോ. പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് മോഷ്ടിച്ചിട്ട് നിക്ക് ഒന്ന് റിവേഴ്സ് എടുത്ത് പോയി നോക്കട്ടെ. ഇവിടെ പോലീസുണ്ട് ഗൈസ്. അയ്യോ ബ്രേക്ക് വർക്കാണല്ലോ. ഇറങ്ങില്ല അയാൾ. ഇനിയും പെട്ടെന്ന് വിടാം ഗൈസ്. വേറെ പരിപാടിയൊന്നുമില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി പെട്ടെന്ന് വിടാം ഗൈസ്. പറത്തി അങ്ങോട്ട് വിടാം. ഇപ്പം കിടന്നേനെല്ലാം കൂടി. സോ ഗൈസ്, നമ്മളങ്ങനെ വീഴാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനിയും കുറച്ച് നേരം പോലീസ് കേസ് വരുള്ളൂ. ഒരു സ്റ്റാറും വന്നിട്ടുണ്ട്. പിടിച്ചാൽ ഇൻറ്റീരിയറാണ് പൊളി ഗൈസ്. പറന്നു പോയി ഗൈസ്. അയ്യോ വീണ്. സോ ഗൈസ്, നമുക്ക് പെട്ടെന്ന് പോലീസ് ട്രക്ക് പോയി കണ്ടുപിടിക്കാം. നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ. സോ ഗൈസ്, പോലീസ് ട്രക്ക് നമ്മളങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. അവന്മാർ വേറെ മോൺസ്റ്റർ ട്രക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഒരുത്തനെ ഇടിച്ചിടാൻ ശ്രമിച്ചാണ്. ആ ശ്രമം പാളിപ്പോയി ഗൈസ്. എന്ത് പറയാനാണ്, ശ്രമം പാളിപ്പോയിട്ടുണ്ട്. നമുക്കെന്തായാലും പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ വീടിൻ്റെ അവിടെ ഇട്ട് അവന്മാരെ കറക്കിയ സ്റ്റാർ പോയി ഗൈസ്. അപ്പം ഇനിയും വലിയ സീനൊന്നുമില്ല. ഒരു സ്റ്റാറേ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നണു ഇപ്പം സ്റ്റാർ പോയിട്ടുണ്ട്. അപ്പം സീനില്ല. ഇനിയൊന്നും സ്റ്റാറിനെ കുറിച്ചൊന്നും പറയാനില്ലല്ലോ. അപ്പം നമുക്കിനി പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് പോവാം. പോലീസൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ വട്ടം നിങ്ങൾ കണ്ടാണ്. അത് കാണാത്ത നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണണം. എന്ന് വെച്ചാൽ സ്റ്റാർ പോയിട്ടും പോലീസ് വന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇപ്പം കിടന്നേനെല്ലാം കൂടി. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയി ഇതിൻ്റെ ഉള്ളിൽ വണ്ടി കയറ്റിയിടാം. ഇപ്പം കിടന്നേനെ. കയറ്റി. ഇനി നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. ഡൊമിങ്കോസ് ബ്രോ, ഞാൻ എന്താ വന്നേ എന്നൊക്കെ പറയാം. വെറുതെ അത് തള്ളിയിടുന്നതാണ് ഗൈസ്. ഈ സ്റ്റെയർ അയ്യോ, ഞാൻ വീണ്ടും ഓടി മാറിക്കയറിപ്പോയി. എപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്. ഇതാണ് സ്റ്റെയർ, കണ്ടല്ലോ ഗൈസ്, ഇതാണ് സ്റ്റെയർ. നമുക്കെന്തായാലും ഡൊമിങ്കോസ് ബ്രോ, ഞാൻ എന്താ എത്തി. എടാ, നീ എനിക്ക് വണ്ടി കൊണ്ടുവന്നില്ലേ? അപ്പൊ ഞാൻ ലൊക്കേഷൻ പറയാം. ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇത് ഇവിടെ അല്ല, നമ്മുടെ ബീച്ച് സൈഡിലാണ് ലൊക്കേഷൻ. പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചേക്കണം, കാരണം അത് പോലീസ് ഹൈ ലെവൽ ഓഫീസറിന്റെ വണ്ടിയാണ്. അപ്പൊ പോലീസ് സ്റ്റേഷൻ വീണ്ടും കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും ഗുഡ് ലക്ക്. സോ ഗൈസ്, ഡൊമിങ്കോസ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല ഗൈസ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കാറും ഇല്ല. അയ്യോ, ഇതായിട്ടും മതിലാണ് ഞാൻ പഠിച്ചിട്ടില്ല ഗൈസ്. കാറുള്ള ഓർമ്മയ്ക്കാണ് ഞാൻ ഇങ്ങോട്ട് ചാടിയത് ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയി ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ നമുക്കൊരു കാർ അടിച്ച് മാറ്റണം. കാർ അടിച്ച് മാറ്റിയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ. എവിടെ ഈ കാർ ഇങ്ങോട്ടല്ലോ തന്നെ. ചേട്ടാ, ഒരു ലിഫ്റ്റ് വേണം. ലിഫ്റ്റ് ഇല്ലേ? എന്നാൽ ഞാൻ കാർ അങ്ങോട്ട് എടുക്കും. നമ്മളെ കാർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ പരിപാടി ഒന്നും. നമുക്ക് നേരെ നമ്മുടെ സ്പോട്ടിലേക്ക് വിടാം ഗൈസ്. സ്പോട്ട് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ബീച്ച് സൈഡാണ്. ബീച്ച് സൈഡ് എന്ന് വെച്ചാൽ കൺസൾട്ടേറ്റ് 2-ന്റെ മുമ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. അവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ കിട്ടാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. നല്ല സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. ബോണറ്റൊന്നും പോയിട്ടില്ല, അപ്പം സീനില്ല ഗൈസ്. അതിൽ നമുക്ക് പെട്ടെന്ന് പോവാം. അതാണ് ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട് ഗൈസ്.
എന്തായാലും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകാം. ലൊക്കേഷൻ എന്ന് വെച്ചത് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ മുമ്പിൽ കിടക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ ബീച്ച് എത്തിയിട്ടുണ്ട് ഗൈസ്. വളഞ്ഞെടുക്കാൻ പണിയാണ് ഗൈസ്. എവിടെയാണ് ബീച്ചിൽ കിടന്ന് കുറച്ച് തപ്പണം എന്നെന്തോ അവനെന്തോ പറഞ്ഞായിരുന്നു. നമുക്ക് എന്തായാലും കുറച്ച് കിടന്ന് തപ്പാം. കിട്ടി ഇടിക്കല്ലേ. കഴിഞ്ഞ വട്ടം എനിക്ക് ആദ്യമായിട്ട് റോൾസ് റോയ്സ് അടിച്ചു പറ്റിയ ഓർമ്മ ഇപ്പോൾ വന്ന്. അയ്യോ, ഇയാൾ കാർ ഇജക്ഷൻ മോഡ് ഓണിട്ട് അയാളുടെ തലയടിച്ച് ഞാൻ തീയല്ല. പിന്നെ ആദ്യമായിട്ട് റോൾസ് റോയ്സ് അടിച്ചു പറ്റിയ കഥയെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇതുകൊണ്ട് ഇടിച്ച് മറച്ചിട്ട് ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ടാണ് നേരെ ആക്കി റിപ്പയർ ചെയ്യാൻ കൊടുത്തത് ഗൈസ്. ഇതുവരെയായിട്ട് പോലീസൊന്നും ഇല്ല ഗൈസ്. അത്ഭുതമാണല്ലോ ഇത്. മിക്കവാറും ഇപ്പം തന്നെ സ്റ്റാറും വീണ് പോലീസും വരും. കാരണം ഈ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ദുഷ്ടം വന്നു ഗൈസ്. ഹാപ്പി ആയി ഞാൻ ഇപ്പം. എന്ന് വെച്ചാൽ ഈ നാട്ടുകാർക്ക് ആരും നമ്മളിഷ്ടമല്ല ഗൈസ്. ഇവന്മാരെ അങ്ങോട്ട് ഈ നടക്കണ ആൾക്കാരൊക്കെ അങ്ങോട്ട് വിളിച്ച് പോലീസിനെ വിളിച്ച് പറയും ഗൈസ്. കാരണം നമുക്ക് സമാധാനമായിട്ട് അടിച്ചു മാറ്റാൻ പറ്റില്ല ഗൈസ്. പോലീസ് സ്റ്റേഷനൊക്കെ ഇവിടെ ഭ്രാന്തന്മാരാ. എടാ നിനക്ക് എന്തിനാ ഇത് ശരിയാക്കാൻ കോടികളാവും. നിനക്കെന്താ വെളിവും ബോധമൊന്നുമില്ലേ? ഇതെന്ത് സ്ലോ ആയിട്ട് ഓടിക്കൊണ്ട് ഇപ്പം എല്ലാം ഊരിപ്പോയപ്പോൾ കുറച്ച് സ്പീഡ് നിർത്തണ്ടേന്. നമുക്കിനിയും പോലീസിനെ കുറച്ചിട്ട് വട്ട് കളിപ്പിക്കണം. അവന്മാർ മുഴുപ്രാന്തന്മാരാണ് ഗൈസ്. ഒരു വെളിവും ബോധമില്ല. ഒറ്റ ഇടിച്ചിട്ട് അങ്ങോട്ട് പോകും. കണ്ട റോൾസ് റോയ്സിൻ്റെ വരിവൻ നോക്കിയേ. അത് സാധാരണ അല്ലേ, ഇത് ഗോൾഡൻ റോൾസ് റോയ്സ് ആയിട്ട് ഇവന്മാർ ഇജാതി പരിപാടിക്ക് കാണിക്കണം. എന്തായാലും നമുക്ക് പെട്ടെന്ന് വിടാം. ഇനി വേറെ ഒന്നും ഇല്ല പറയാൻ. കാരണം അവന്മാർ ഇടിച്ച് അവൻ്റെ പരിപ്പ് ഇളക്കി ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഇടിച്ചിടിച്ച് അനങ്ങാൻ പറ്റുള്ള ഗൈസ്. സോ ഗൈസ്, ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഈ സാധനം വലിച്ചൂരി എടുത്തു. എങ്ങനെയാണെന്ന് ചോദിക്കരുത് ഗൈസ്. ഒരു സ്റ്റാർ പോയി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ച് അവന്മാർ പോലീസ് മോൺസ്റ്റർ ട്രക്ക് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിങ്കോസിനെ അവർ അകത്താക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. അതാണ് ഫസ്റ്റ് കാര്യം. ഇത്രയും കിടന്ന് കറങ്ങിയിട്ട് അവന്മാർ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കാറ് പോലും എടുത്തിട്ടില്ല. എന്തായാലും ഈ ഷോർട്ട് കട്ടിൽ കൂടെ പോയാൽ അവന്മാർക്ക് എന്തായാലും വരാം. ഭ്രാന്തന്മാരാണ് കേട്ടോ അവന്മാർ. ചിൻ്റെ പോനെ ഇപ്പം സ്റ്റാർ പോയിട്ടുണ്ട്. ഇനി നേരെ ഇവിടെ ഇറങ്ങി വീട്ടിൽ പോകാൻ ഗൈസ്. പക്ഷേ സ്റ്റാർ മാറിയെന്ന് വിചാരിക്കുമ്പോൾ ഇനിയൊന്നും നോക്കാനില്ലല്ലോ ഒന്ന്. പക്ഷെ ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കിയവർക്ക് എന്തായാലും മനസ്സിലാക്കി കാണും. എന്താണ് നമ്മുടെ സ്റ്റാർ പോയിട്ട് ഒരു പോലീസ് നമ്മുടെ വണ്ടി ഇടിച്ച് ഇങ്ങനെ പറന്നു കൊണ്ട് ഇടിച്ചിട്ട് പോയിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ ഈ നോക്കണത്. നമുക്കിനി നൈസായിട്ട് പോയി എടുത്ത് നോക്കാം. ഈ വീടിൻ്റെ മുമ്പിൽ ചുറ്റി കറങ്ങിയിട്ട് അവന്മാർക്ക് ഇതെടുത്ത് എൻ്റെ വണ്ടി കാണാൻ പറ്റില്ലെന്ന് ഞാൻ ആലോചിക്കണം. വെളിവും ബോധം ഇല്ലാത്തവരായിരിക്കും. നൈസായിട്ട് രക്ഷപ്പെട്ടേ ഉള്ളൂ. എന്തായാലും പെട്ടെന്ന് വീടിൻ്റെ ഉള്ളിൽ കയറ്റാം. ഈ വഴി കയറ്റാം ഗൈസ്. ഇതിനി ഞാൻ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ സെറ്റ് വെച്ചേക്കണം. ഇനി ഇതിങ്ങനെ ഇട്ടിടുക. ഇനി വലിയ പാർക്കിങ്ങിൻ്റെ കാര്യമൊന്നും ഇല്ല. നമുക്ക് പെട്ടെന്ന് പോയി ഷിൻചാനെ പിടിച്ച് നല്ല സർപ്രൈസ് കൊടുക്കാം. എല്ലാ ദിവസവും ഇടിവെട്ട് സർപ്രൈസാണ് കിട്ടണത്. ചിലപ്പോൾ ചെറുതായിട്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ RGB ആണ് ഏറ്റവും ഫേവറേറ്റ്. RGB ആക്കിയിട്ട് നമ്മൾ ഇതാക്കിയല്ല. അത് കാരണമാണ് ഞാൻ അങ്ങനെയത് ചാടിപ്പോകാൻ പറ്റുന്നത്. എടാ ഷിൻചാനെ, ഞാനൊരു കാറ് കൊണ്ടിരുന്നു. പെട്ടെന്ന് വന്ന് നോക്ക്. സോ ഗൈസ്, എനിക്ക് തോന്നുന്നു ഷിൻചാൻ എന്തോ വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. അതാണ് കിടന്ന്. എന്ത് കാണിച്ചു നോക്കാന്നറിയില്ല. മിക്കവാറും അവൻ്റെ പകുതി മസിലൊരു അങ്ങനെ വല്ല പരിപാടിയായിരിക്കും. നമുക്കെന്തായാലും നമ്മുടെ കളക്ഷൻ്റെ അടുത്തേക്ക് പോവാം. അവൻ ഇങ്ങനെയായിരിക്കും തന്നെ. നമ്മളെപ്പോഴും ഇങ്ങനെയല്ലേ വരാറ്. കാരണം അവൻ ഇങ്ങനെയായിരിക്കും അത്. നമുക്ക് ഷിൻചാനോട് ഫ്രാങ്ക്ലിൻ ബൈ എനിക്ക് വേണ്ടി റോൾസ് റോയ്സ് കൂടൻ ഭാഷ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നോ. താങ്ക് യു ഫ്രാങ്ക്ലിൻ ബൈ. ഇത് സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക്